ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. പ്രാവശ്യത്തെ ഇത് കളറാക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സിമ്പിളും വളരെ ടേസ്റ്റിനായിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ്. കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് പായസം റെഡിയാക്കിയുള്ള പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. വറുത്തെടുക്കാം. കുറച്ച് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ആയി വരുമ്പോൾ ഇന്നും കോരി മാറ്റാം. ഞാൻ നെയ്യിലേക്ക് തന്നെ കുറച്ച് വറുമസല്ല് ചെറുതായി പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യമായ പാൽ ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പായസം റെഡിയാക്കുന്നത്. ഈ പാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച സാവോൻ അരി ചേർത്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1/2 ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് കസ്റ്റാർഡ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അല്ലാതെ തിക്കാവും വേണ്ട, അല്ലാതെ ലൂസാവും വേണ്ട. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് ഇതിൻ്റെ താഴെ പോയി കിടക്കും. ചെറിയ തിക്നെസ് ഉണ്ടെങ്കിൽ അത് അതിൽ തന്നെ മിക്സാക്കിയ രൂപത്തിൽ അതേപോലെ കിടക്കും. ഇതിലേക്ക് വേണ്ടത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂസും കിസ്മിസൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിലിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെക്കാവുന്നതാണ്. ഓവർ മധുരം ആവുള്ള വിചാരിച്ച് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ ഫ്രൂട്ട്സ് പായസം റെഡിയാക്കിയിട്ടുണ്ട്. പ്രാവശ്യത്തെ ഇത് കളറാക്കാൻ പായസം ഒന്ന് റെഡിയാക്കി നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.